ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റാമെന്ന നിർമ്മാതാക്കൾ വി ജാനകി എന്ന പേര് മാറ്റും. YS അഭിനന്ദാണ് വി ജാനകി എന്ന പേര് ഇടാമെന്നാണ് ഇവർ സമ്മതിച്ചിരിക്കുന്നത്. YS അഭിനന്ദ് കൊച്ചിയിൽ ചേരുന്നു. അഭിനന്ദ്, നേരത്തേക്ക് പേരിൽ ശാഠ്യം പിടിച്ച ഈ അണിയറ പ്രവർത്തകർ തന്നെ ഒടുക്കം സെൻസർ ബോർഡിന് വിധേയപ്പെടുന്നു. അവർ പറഞ്ഞതുപോലെ വി എന്ന ഇനീഷ്യൽ ചേർത്തുകൊണ്ട് വി ജാനകി എന്ന ബാനറിൽ തന്നെ സിനിമ, വി ജാനകി എന്ന കഥാപാത്രത്തിൽ തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന അനുനയ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഈ നിർമ്മാതാക്കൾ എത്തിയിരിക്കുന്നു. ഇനി കോടതിയിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഹർജിക്കാർ ഈ പറയുന്ന പോലെ സെൻസർ ബോർഡിന് വിധേയപ്പെട്ടതോടെ സെൻസർ ബോർഡിന്റെ നിലപാട് ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകരും ആ നിലപാടിൽ നിന്ന് ഉറച്ചിരുന്നു. ജാനകി എന്ന പേര് മാറ്റില്ല എന്ന് തന്നെയായിരുന്നു അണിയറ പ്രവർത്തകർ ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാനകി എന്ന പേര് മാറ്റാം, വി ജാനകി എന്ന സെൻസർ ബോർഡ് നിർദ്ദേശത്തിന് വഴങ്ങാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. പേര് മാറ്റാമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. പേര് മാറ്റാമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 1 മണിക്കൂർ 8 മിനിറ്റ് 33 സെക്കൻഡിൽ ജാനകി എന്ന പേര് പറയുന്നുണ്ട്. അത് മ്യൂട്ട് ചെയ്യാമെന്നും ഇപ്പോൾ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഹൈക്കോടതിയിൽ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ അല്പസമയം മുമ്പ് പോലും നിർമ്മാതാവ് സംസാരിക്കുന്ന സമയത്തൊക്കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിലർ അടക്കം പുറത്തുവിട്ടത് ഇതേ പേരിലായിരുന്നു. അത് മാറ്റാൻ തങ്ങൾക്ക് നിർവാഹമില്ല, അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന നിലപാട് തന്നെയായിരുന്നു അല്പസമയം മുമ്പ് കോടതിയിൽ കയറുന്നതിന് മുൻപ് പോലും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോഴിത് കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ ബോർഡിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയിരിക്കുകയാണ്. 2 തവണ ഇത്തരത്തിലേക്ക് പേര് മാറ്റരുത്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് അത് തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെൻസർ ബോർഡിനെ സമീപിക്കുന്നു. പക്ഷേ ഹൈന്ദവ ദൈവമായ സീതയുടെ പേരുമായി സാദൃശ്യമുള്ളത് അത് വലിയ രീതിയിലുള്ള കുഴപ്പത്തിലേക്ക് നയിക്കുമെന്ന് ആദ്യം തന്നെ സെൻസർ ബോർഡ് വ്യക്തമാക്കി. പിന്നീട് മുംബൈയിൽ നടന്ന റിവ്യൂ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. ആ സമയത്ത് തന്നെ സംവിധായകൻ തന്നെ നേരിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ജാനകിക്ക് വീണ്ടും വെട്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണവും സംവിധായകൻ നടത്തിയിരുന്നു. 96 ഭാഗങ്ങളിലെ കട്ടടക്കം പോകുമ്പോൾ അത് സിനിമയുടെ പശ്ചാത്തലത്തെ അടക്കം ബാധിക്കുമെന്ന ആശങ്കയും സംവിധായകൻ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കുന്നു. പക്ഷേ ഹൈക്കോടതി നിലപാട് എന്താണ് ഇത്തരത്തിലേക്ക് പ്രശ്നം എന്നായിരുന്നു ജസ്റ്റിസ് എൻ നഗരേഷിന് നേതൃത്വത്തിലുള്ള ബെഞ്ച് ആദ്യം മുതൽ തന്നെ സൂചിച്ചത്. പിന്നീട് കളർ പെന്റ് സ്റ്റുഡിയോയിൽ ചിത്രത്തിന്റെ പ്രിവ്യൂ കാണാനായിട്ട് ജസ്റ്റിസ് തന്നെ നേരിട്ടെത്തുന്നു. അതിനകത്ത് സിനിമ പൂർണ്ണമായും കാണുന്നു. അതിനുശേഷമാണ് ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിച്ചത്. പക്ഷേ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ. പേര് മാറ്റാമെന്ന ഉറച്ച നിലപാട് ഇപ്പോൾ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. അല്പസമയത്തിന് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള നിലപാട് മാറ്റമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വി വേണമെന്ന ഈ പറയുന്ന സെൻസർ ബോർഡിന്റെ വാശി ഒടുക്കം വിജയിച്ചിരിക്കുന്നു. ഹർജിക്കാരായി എത്തിയത് ഈ സിനിമ അണിയറ പ്രവർത്തകർ തന്നെയാണ്. ഹർജിക്കാർ തന്നെയാണ് ജാനകി എന്ന പേര് മാറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സെൻസർ ബോർഡിനെതിരെ ഹർജിയുമായി വരുന്നത്. ഒടുക്കം ഇത് കോടതി വ്യവഹാരങ്ങളിലേക്ക് കടന്ന് ഏതാണ്ട് തീർപ്പോട് അടുക്കുമ്പോൾ ഇവർ തന്നെ സമ്മതിച്ചു കൊടുക്കുന്നു, വി എന്ന ഇനീഷ്യൽ ചേർത്ത് ഈ പ്രശ്നം ഇവിടെ തീർക്കാം.